CPI അടക്കം മുന്നോട്ട് വെച്ച നിലപാടിനെ പ്രത്യക്ഷത്തിൽ തന്നെ തള്ളിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ദിലീപ് കുമാർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി, CPI അവരുടെ നിലപാട് ആവർത്തിച്ചെങ്കിലും അതടക്കം തള്ളിക്കറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി. ഉന്മേഷ്, PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അവജ്ഞയോടുകൂടി ഈ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത്. P ശശി കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്. നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ P ശശിക്കെതിരെ നടപടി ആലോചിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഏതായാലും P ശശിക്കെതിരെ അത്തരമൊരു കാര്യം പോലും പരിഗണനയിലില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. PV അൻവർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന ഒരു പരാമർശം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, അദ്ദേഹം വന്ന വഴി ഇടതുപക്ഷത്തിൻ്റെ വഴിയല്ല, കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, തനിക്കോ പാർട്ടിക്കോ പരാതി നൽകാതെ വാർത്താ സമ്മേളനങ്ങളിലൂടെ PV അൻവർ നിരന്തരം പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിലുള്ള അതൃപ്തിയും പിണറായി വിജയൻ രേഖപ്പെടുത്തി. ഏതായാലും PV അൻവറിനെ പൂർണ്ണമായും ഈ വിഷയത്തിൽ P ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. തെറ്റായി എന്തെങ്കിലും ADGP MR അജിത് കുമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നടപടിയെടുക്കാം എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ ആവശ്യം കൂടി മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ്. ഏതായാലും PV അൻവർ ഉന്നയിച്ച രണ്ട് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനും എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോൾ P ശശിക്കെതിരെ ഒരു നടപടിയുമില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ADGP ആകട്ടെ തൽക്കാലം ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിൽ അതുവരെ അദ്ദേഹം തന്നെ തുടരും. ഇനി അഥവാ മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആ റിപ്പോർട്ടിലെ ഏതെങ്കിലും കണ്ടെത്തലുകൾ അദ്ദേഹം തെറ്റായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ പരസ്യമായി ഉന്നയിക്കുക മാത്രമല്ല, പൊതുപ്രവർത്തകന് ചേരാത്ത പണിയും PV അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, സംസാരിക്കുന്നവരുടെയൊക്കെ ഫോൺ റെക്കോർഡ് ചെയ്യുക എന്നത് നല്ലതല്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി PV അൻവറിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പാർട്ടി സംരക്ഷിക്കും, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നൊക്കെ കരുതിയിരുന്ന PV അൻവറിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം, മണിക്കൂറുകൾ നീണ്ട വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. PV അൻവർ ഉയർത്തിയ ആരോപണം CPI ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന ആവശ്യം, ഇതൊക്കെ